സ്ത്രീകളിൽ, പ്രത്യേകിച്ച് പ്രായമായവരിൽ മൂത്രമറിയാതെ കിടക്കയിൽ പോകുന്ന അവസ്ഥയുള്ളവർക്കായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഞാൻ ഡോക്ടർ പ്രീതി കോരൻ, കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്. ഇപ്പോൾ രാത്രിയിൽ കിടന്ന് മൂത്രം ഒഴിക്കുന്ന അവസ്ഥ പല സ്ത്രീകളിലും നമ്മൾ പ്രായമാകുമ്പോൾ കാണാറുണ്ട്. കുട്ടികൾ കാണുന്നത് പോലെ തന്നെ വയസ്സ് ചെല്ലുമ്പോഴും അവരെ ഒത്തിരി അധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ് കിടക്കയിൽ മുള്ളുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഓവർ ആക്റ്റീവ് ബ്ലാഡർ സിൻഡ്രോമാണ്. മൂത്രസഞ്ചിയുടെ മസിൽസ് വീക്കാവുന്ന ഒരു അവസ്ഥയാണിത്. പ്രായമാവുന്ന പല സ്ത്രീകളിലും അത് കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർ നമ്മൾ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഡയറ്റിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കുറച്ച് ആഹാര പദാർത്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് കോഫി ഇൻടേക്ക് കുറയ്ക്കുക. അതുപോലെ തന്നെ ചായ എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഡീകാഫിനേറ്റഡ് ആയിട്ടുള്ള ടീ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം കഫീൻ നമ്മുടെ ബ്ലാഡറിനെ ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് എയറേറ്റഡ് ഡ്രിങ്ക്സ്. ഇപ്പോൾ പെപ്സി, കോക്ക് അതുപോലത്തെ എല്ലാ എയറേറ്റഡ് ഡ്രിങ്ക്സും അവോയ്ഡ് ചെയ്യുക. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് അധികം വെള്ളം കുടിക്കാതിരിക്കുക. ഒരു രാത്രി 8 മണിക്ക് ശേഷം അധികം വെള്ളം കുടിക്കുന്നതും ടീ, കോഫിയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതും നമ്മൾ രാത്രിയിൽ മുള്ളേണ്ട അവസ്ഥ വരുന്നത് കുറയ്ക്കും. അപ്പോൾ പലപ്പോഴും രാത്രിയിൽ മൂത്രം ഒഴിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അവിടുന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂം വരെ എത്തുവാനായിട്ട് പല വയസ്സ് ചെന്ന സ്ത്രീകൾക്കും സമയമെടുക്കും. അപ്പോൾ അത്രയും നേരം മൂത്രം ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലപ്പോഴും അവർ കടന്നു മുള്ളുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ കോഫി, ടീ, എയറേറ്റഡ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക, രാത്രി വെള്ളം കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഇതുകൊണ്ട് ഒരു ബെറ്റർ ആയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറിനെ കണ്ട് ഇതിന് വേണ്ട ടാബ്ലറ്റ്സുകൾ അവൈലബിൾ ആണ്. ആൻറ്റി കോളിനർജിക് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് ഈ ബ്ലാഡറിൻ്റെ ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ മസിലിൻ്റെ ടൈറ്റനിങ് കണ്ടീഷൻ കുറയ്ക്കുവാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫലപ്രദമായിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. അത് ട്രീറ്റ്മെൻറ്റിന് വലിയ സൈഡ് ഇഫക്ട്സ് ഒന്നും ഉള്ളതല്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാം. ഇത് ടാബ്ലറ്റ്സ് വേണ്ടാന്നുള്ളവർക്ക് മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ് മാഗ്നറ്റിക് ചെയർ തെറാപ്പി. ഇതേപോലെ തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കസേരയിൽ ഫുള്ളി ഡ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അവിടുത്തെ മസിൽസ്, പെൽവിക് ഫ്ലോർ മസിൽസിനെ ടൈറ്റൻ ചെയ്യുന്ന എക്സസൈസ് ചെയ്യിക്കുന്ന ചെയറാണ് ടെസ്ല ചെയർ. അപ്പോൾ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. ഈ ടെസ്ല ചെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് യൂറിൻ ലീക്കും മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യോനിക്കുള്ളിൽ ഉപയോഗിക്കുന്ന വജൈനൽ ക്രീംസ് ഉണ്ട്, ഈസ്ട്രജൻ ക്രീംസ്. അത് നമ്മുടെ യൂറിൻ ലീക്കിനെ സഹായിക്കും. യോനിക്കുള്ളിലേക്ക് ക്രീം ഉപയോഗിക്കാൻ പ്രശ്നമുള്ളവർ, പ്രത്യേകിച്ച് ക്യാൻസർ പ്രോബ്ലമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാർക്ക് നമുക്ക് ഈസ്ട്രജൻ ക്രീംസ് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അപ്പം ക്രീം ഉപയോഗിച്ചിട്ടും ബെറ്റർ ആകാത്തവർക്കും ക്യാൻസർ പ്രശ്നങ്ങളുള്ളവർക്കും നമുക്ക് ജെറ്റ് പ്ലാസ്മ എന്നൊരു തെറാപ്പി ഉണ്ട്. അത് യോനിക്കുള്ളിലേക്ക് സ്കാൻ ചെയ്യുന്നത് പോലെ ഒരു പ്രോബ് ഉപയോഗിച്ച് ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. കാരണം വജൈനൽ ഡ്രൈനെസ് പലപ്പോഴും യൂറിൻ ലീക്ക് കടന്നു മുള്ളുന്ന അവസ്ഥ, അതുപോലെ മൂത്രത്തിനെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ വജൈനൽ ഡ്രൈനസിനെ ഫലപ്രദമായിട്ട് നമുക്ക് ജെറ്റ് പ്ലാസ്മ വഴി ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂറിൻ ലീക്കിന് പ്രശ്നമുള്ളവർ ചെയ്യേണ്ട ഡയറ്റിലെ മോഡിഫിക്കേഷൻസ് ഞാനെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവർക്ക് ടാബ്ലറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, മാഗ്നറ്റിക് തെറാപ്പി ഉണ്ടെന്ന് പറഞ്ഞു, ജെറ്റ് പ്ലാസ്മ തെറാപ്പി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയധികം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് യൂറിൻ ലീക്ക് ഉള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നന്ദി, നമസ്കാരം.